നോക്കിയിട്ട് ലക്ഷ്മണൻ പറഞ്ഞു, കരയരുത് എടുത്തമ്മേ, കരയരുത്, ഒട്ടും കരയരുത്, ഞാൻ പോയിട്ട് വരാം, ഞാൻ പോതാ പോവും. ആശ്വാസയാമാസ, തന്നെ ചീത്ത വിളിച്ച എടുത്തമ്മ എന്ത് ചെയ്തു? ആശ്വാസയാമാസ, നല്ലോണം ആശ്വസിപ്പിച്ചിട്ട് പറഞ്ഞു, ഞാൻ എന്താ ഭർത്താവിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അത്രയും പറഞ്ഞിട്ട് പിന്നെ എന്തുണ്ടായത് നോക്കൂ. ഭ്രാതരം കിഞ്ചിത് ഉവാച സീത പിന്നെയൊന്നും മിണ്ടിയില്ല. ലക്ഷ്മണൻ അവിടുന്ന് പോവുക കേട്ടോ. പോണ സമയത്ത് ചെയ്ത പണികൾ നോക്കൂ. തതസ്തു സീതാം അഭിവാദ്യ ലക്ഷ്മണ കൃതാഞ്ജലി കിഞ്ചിദഭിപ്രണമ്യ അവേക്ഷമാണോ ബഹുശസ്സമൈഥിലീം ജഗാമ രാമസ്യ സമീപമാത്മവാൻ. ഒന്ന് മനസ്സിരുത്തി നോക്കുക കുട്ടി ചെയ്തത്. എന്താ ചെയ്തത്? തതസ്തു സീതാം അഭിവാദ്യ ലക്ഷ്മണ, അവിടുന്ന് സീതാദേവിയെ നല്ലോണം ഒന്ന് അഭിവാദ്യം ചെയ്ത് ലക്ഷ്മണൻ എന്ത് ചെയ്തു? കൃതാഞ്ജലി, കൈ രണ്ടും കൂപ്പി, കിഞ്ചിദഭിപ്രണമ്യ, നല്ലോണം നന്നായിട്ട് അങ്ങ് നമസ്കരിച്ചു. അവേക്ഷമാണോ ബഹുശസ്സമൈഥിലീം, ആ പാദത്തിലേക്ക് വീണ്ടും വീണ്ടും നല്ലോണം നോക്കി തൊഴുതിട്ട് ജഗാമ രാമസ്യ സമീപമാത്മവാൻ, ശ്രീരാമചന്ദ്രസ്വാമി പോയ ദിക്ക് നോക്കിയിട്ട് ആര് പോയി? ലക്ഷ്മണൻ പോയി. ലക്ഷ്മണൻ പോയ സമയത്ത് ലക്ഷ്മണനെ നല്ലോണം ശങ്കിച്ചിട്ടാ പോയത്. മോഹം ഉണ്ടായിട്ടല്ല, ഒട്ടും മോഹമില്ല. എന്നിട്ടും ആര് പോയി? അത്രയ്ക്ക് ക്രൂരവാക്കല്ലേ പറഞ്ഞത്. ആ ക്രൂരവാക്ക് കേട്ട് മനസ്സ് കെട്ടിട്ടാണ് ആര് പോയത്? നമ്മൾ ഈ നിഷ്കളങ്കരായ കൂട്ടരൊന്നും വേദനിപ്പിക്കരുത്. അവരെ മനസ്സിനെ ഒട്ടും കണക്കാക്ക. നമ്മുടെയൊക്കെ നാട്ടിൽ നിന്ന് എന്തൊക്കെ കണ്ടില്ല, ഈ വ്യാജമായ പരാതി കൊടുക്കണു, ചീത്തത്തൊക്കെ പറഞ്ഞിട്ട് ഓരോ ദിക്കിൽ ഒക്കെ വലിയ ശാപമായിട്ട് എത്തിപ്പിടിക്കില്ല. അങ്ങനെ ചെയ്തവരാണെങ്കിൽ അന്തസ്സായിട്ട് നടക്കണുണ്ട്. എന്നിട്ട് വേറെ വല്ല അങ്ങോട്ടും ഇങ്ങോട്ടും വല്ല വിരോധവും ഉണ്ടെച്ചിട്ട് ചീത്തത്തൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യും? ആളുകളുടെ നേരെ പരാതി കൊടുക്കും, ഇങ്ങനെ ചെയ്തു, എന്നെ ഇങ്ങനെ ചെയ്തു. ഇങ്ങനെയൊന്നും ചെയ്തിട്ടുണ്ടാവില്ല. ഇതൊന്നും ലോകത്ത് നമുക്ക് ഇങ്ങനത്തെയൊക്കെ ഓരോന്നും വേണ്ടാത്ത അശ്ലീലങ്ങൾ ചെയ്തു എന്നൊക്കെ പറയുമ്പം നമുക്ക് ചെയ്തില്ല എന്ന് പറയാൻ പ്രമാണമൊന്നും. കട്ടില്ല എന്ന് പറഞ്ഞാൽ കണ്ടോ കണ്ടില്ലേ നോക്കിയിട്ട് നമുക്ക് അതിനെന്താ പറയാം? കക്കണത് കണ്ടു എന്ന് പറയാം. ഇങ്ങനെ ചീത്തത്തെ കാണിക്കണതിനൊക്കെ തെളിവ് പുറത്താരെയും കാണുമോ? ഒന്നും ഉണ്ടാവില്ല. അപ്പം അതുകൊണ്ട് അങ്ങനെയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ചീത്തത്തം പറഞ്ഞിട്ട് എത്രയോ പേരുടെ ജീവിതമൊക്കെ ഇങ്ങനെ നശിച്ചു. ഇങ്ങനെ ഒരു ചീത്തപ്പേരുണ്ട്, അയാളുടെ കുടുംബം നശിച്ചു, ബന്ധം നശിച്ചു. ആ നാട്ടുകാർ പിന്നെ അയാളോട് മിണ്ടില്ല. അദ്ദേഹത്തിൻ്റെ ജീവിതം എന്തായിട്ട് തീർന്നു? നശിച്ചു. എന്നിട്ട് 5 or 10 കൊല്ലം കഴിയുമ്പം പറയും, ഞാൻ അന്ന് വെറുതെ ചോറുണ്ടപ്പോൾ അങ്ങനെ തമാശ തോന്നിയിട്ട് പറഞ്ഞതാണ് എന്ന്. 10 കൊല്ലം കഴിഞ്ഞിട്ടാ പറയപ്പോൾ കോടതി പറയും, എന്നാൽ ഞാൻ ചോറുണ്ട് വെച്ചാൽ വീട്ടിലേക്ക് പോയിക്കോട്ടെ എന്ന്. ആര്? 10 കൊല്ലം ജയിലിൽ കിടന്നിട്ട് ജീവിതം കളഞ്ഞിട്ട് അദ്ദേഹത്തിന് കണ്ടിട്ടില്ലേ? നമ്മൾ എന്ത് ചെയ്യരുത്? ഇങ്ങനെയുള്ള ചില വാക്കുകളെ കൊണ്ട് പോലും ചില നിഷ്കളങ്കമായ ഹൃദയത്തെ ഒരിക്കലും അസത്യത്തിൻ്റെയും ഈ ജാതി ക്രൂരതയുടെയും ഭാവത്തിൽ വേദനിപ്പിച്ചാൽ അത് അധികം താമസിയാതെ അതിൻ്റെ ഇരട്ടി ശക്തിയോട് തിരിച്ചവിടേക്ക് തന്നെ വരും. ഇതിലേറെ ശക്തിയിൽ അനുഭവിക്കേണ്ടി വരും. പാവാ ലക്ഷ്മണൻ മനസ്സ് കേട്ട് എത്ര വേദനിച്ചിട്ടുണ്ടാവില്ലേ മനസ്സ്? ലക്ഷ്മണൻ പോകുമ്പോൾ ചിന്തിച്ചിട്ടുണ്ടാവില്ല. ആ മൽകൃതേ എന്ന് പറഞ്ഞ 2-3 വാക്ക് എങ്ങനെയല്ലേ അമ്മയുടെ മാതിരി കൊണ്ടു നടന്നിട്ട് അമ്മ എന്താ തന്നോട് പറഞ്ഞത്? രാമം ദശരഥം വിദ്ധി മാം വിദ്ധി ജനകാത്മജാം അയോധ്യാം അടവിം വിദ്ധി ഗച്ഛ താത യഥാസുഖം. അങ്ങനെയല്ലേ? രാമനെ അച്ഛനെ പോലെ കണക്കാക്കണം, സീതാദേവിയെ അമ്മയെപ്പോലെ കണക്കാക്കണം, കാട് അയോധ്യയായിട്ട് കൂട്ടണം. എന്നിട്ട് ഉണ്ണി പോയിക്കോളൂ എന്ന് പറഞ്ഞ അമ്മയുടെ അടുത്ത് അനുഗ്രഹം വാങ്ങി ആ ഉണ്ണി അതുപോലെ ചെയ്തിട്ടുള്ളൂ. എന്നിട്ടാണ് ഇപ്പം എന്ത് കേട്ടത്? ഈ വാക്ക് കേട്ടതേ ഒന്ന് ശ്രദ്ധിച്ച് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഉള്ളിലെ വിഷമൊന്ന് ശ്രദ്ധിച്ച് കേട്ടു നോക്കൂല്ലേ? ഒരാളോടും പറയാനും ഇല്ല, ഒരാളോടും പങ്കുവെക്കാനും വയ്യ. ഇത് പോയിട്ട് ഏട്ടനോട് പറയാൻ പറ്റും, എടുത്തമ്മ എന്നോട് ഇങ്ങനെ മോശമായിട്ട് പറഞ്ഞു എന്ന് അതും പറയാൻ വയ്യ. ഇനി വേറെ ഒരാളോട് കാട്ടിൽ ആരോടാ ഇത് ഹൃദയം കൊണ്ട് പങ്കുവെക്കുക? ഒരാളോടും പറയാനും ഇല്ല. രാമനൊരു വിഷമമുണ്ടെങ്കിൽ ആരോട് പറയാം? സീതയോട് പറയാം. സീതയ്ക്ക് എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ ആരോട് പറയാം? രാമനോട് പറയാം. പക്ഷെ ലക്ഷ്മണന് എല്ലാ കാര്യങ്ങളോടും പറയാൻ പറ്റിയ ഒരാൾ കൂടെ ഇല്ല. ചില കാര്യങ്ങളൊക്കെ ഏട്ടനോടും എടുത്തിയമ്മോടും പറയാം. എല്ലാ കാര്യത്തിലും ഒരു കാര്യങ്ങൾ പറയാവുന്നൊരു കൂട്ടുകാരനോ കൂട്ടുകാരിയോ ആരുടെ കൂടെ ഇല്ലയാണ് ലക്ഷ്മണൻ ആ ഭാരം ഹൃദയത്തിൽ വെച്ചുകൊണ്ടാണ് ഇങ്ങോട്ട് പോയത്. കാട്ടിലേക്ക് ചെന്നു. കാട്ടിലേക്ക് പോവുകയാണേ. കാട്ടിലേക്ക് പോണ സമയത്തല്ലേ ഏതായാലും സീതയ്ക്കുള്ളതൊക്കെ തരായിട്ടുണ്ട്.
തുടങ്ങുക. ഈ സീത എന്തേ ചെയ്തു വെച്ചാൽ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് നല്ലോണം നമസ്കരിച്ച് അഭിവാദ്യം ചെയ്ത് രാമൻ്റെ സമീപത്തേക്ക് പോയി. രാമൻ്റെ സമീപത്തേക്ക് പോയപ്പോഴാണ് ഇവിടെ നോക്കും, ഇവിടെ എന്താ കഥ എന്നറിയൂ. പർണശാലയിൽ ഇങ്ങനെ ഈ രാമൻ ആദ്യം പോയി, ലക്ഷ്മണൻ അതിൻ്റെ ശേഷം പോയി എന്ന് വന്ന സമയത്ത് കുറച്ച് കഴിഞ്ഞപ്പം ആ രാവണൻ വേഷം മാറിയിട്ട് എവിടേക്ക് പ്രവേശിച്ചു, ഈ പർണശാലയ്ക്ക് വന്ന്. എങ്ങനെയാണ് വന്നതെന്നറിയോ? ശ്ലക്ഷ്ണകാഷായ സംവീതി ശിഖി ഛത്രീ ഉപാനഹി വാമേ ചംസേവ സജ്യാഥ ശുഭേ യഷ്ടികമണ്ഡലൂ. എന്തൊക്കെയുള്ളത് കയ്യിൽ? അതല്ലേ ശ്ലക്ഷ്ണകാഷായ സംവീതി, നല്ല കാവ്യവസ്ത്രമൊക്കെ നല്ലോണം ചുറ്റി തറ്റുകൊടുത്തിട്ട്, ഛത്രി കൊടയും പിടിച്ച്, ഉപാനഹി നല്ല കാലുമ്പിൽ നല്ല മെതിയടിയുണ്ട്, വാമേ ചംസേവ സജ്യാഥ ശുഭേ യഷ്ടികമണ്ഡലു. ഇടത്തെ തോളത്ത് ഇങ്ങനെ ആ ബ്രഹ്മചാരിയുടെ ദണ്ടും വലത്തെ കയ്യിൽ എന്തുണ്ട്? കമണ്ഡലു പറഞ്ഞാൽ തേവാരക്കിണ്ടിയും ഒക്കെ ആയിട്ട് പരിവ്രാജകരൂപേണ വൈദേഹീം സമുപാഗമൽ. നോക്കൂ എങ്ങനെയാ വന്നത്? പരിവ്രാജകൻ സന്യാസിയുടെ വേഷത്തിൽ ആര് വന്നത്? രാവണൻ വന്നത്. ഇല്ലെങ്കിൽ കള്ളന്മാരൊക്കെ ആരുടെ വേഷം കിട്ടുക? സന്യാസിയുടെ അല്ല, വലിയ സമൂഹത്തിൽ ആർക്കാണോ ബഹുമാന്യത കൂടുക, ആർക്കാണോ സ്ഥാനവും വിലയും നിലയും ഉള്ളത്, അവരുടെ വേഷം ആര് കെട്ടുള്ളൂ? കള്ളന്മാർ കെട്ടുള്ളൂ. ഇപ്പോൾ പോലീസുകാരൻ്റെ വേഷം കെട്ടിയിട്ട് ഒരു കള്ളം വന്നു നമ്മുടെ കയ്യിൽ നിന്ന് മാല വാങ്ങി കൊണ്ടുപോയി എന്നൊക്കെ കേട്ടിട്ടില്ലേ? പത്രത്തിൽ വായിച്ചിട്ടില്ലേ? ആണ്. ഞാൻ പ്രധാനമന്ത്രിയുടെ PA ആണ്. നമ്മളൊരു PAയും കണ്ടിട്ടില്ല, എന്നാലും പ്രധാനമന്ത്രിയുടെ PA ആണ്, മറ്റേ കാര്യത്തിന് വന്നതാണെന്നൊക്കെ പറഞ്ഞാൽ മാല ഒന്ന് തരൂ നോക്കട്ടെ. നമ്മൾ മാല ഉരി കൊടുത്തു. അതോടുകൂടി PA അല്ലാതെ കണ്ടായി. നമ്മൾ പിന്നെ PA വന്നല്ലേ വിളിക്കാനും തുടങ്ങി. എന്താ കാരണം? പോയില്ലേ? അപ്പോൾ കള്ളത്തരം കാണിക്കാൻ വരുന്നവരൊക്കെ ആരുടെ വേഷം കെട്ടുക? പോലീസിൻ്റെയും വലിയ മന്ത്രിമാരുടെ വേഷം കെട്ടും, മന്ത്രിമാരുടെ സ്വന്തക്കാരുടെ വേഷം കെട്ടും, രാഷ്ട്രീയ നേതാക്കന്മാരുടെ വേഷം കെട്ടും, പട്ടാളക്കാരൻ്റെ വേഷം കെട്ടും, വലിയ ആൾക്കാരുടെ വേഷത്തിലാണ് വരിക. നമ്മുടെയൊക്കെ വേഷം കെട്ടിയിട്ട് ആരെങ്കിലും പോവുക? തല്ലും കിട്ടും. നല്ല നമ്മളൊക്കെ സാധാരണക്കാരിങ്ങനെ ജീവിച്ച് പോകണ കൂടി നമുക്കങ്ങനെ വലിയ എടുപ്പം നടപ്പമൊന്നും ഇല്ലല്ലോ. അതിന് വലിയ ആളുകളാണോ സമൂഹത്തിൽ? എന്നാൽ അവരുടെയൊക്കെ വേഷത്തിൽ വന്നാൽ അത് നോക്കും. ഇപ്പോൾ വന്നത് ആരുടെ മട്ടിലാണ് വന്നിരിക്കുന്നത്? സന്യാസിയുടെ. എന്തായിരിക്കും അങ്ങനെ വരാൻ കാരണം? സന്യാസി എല്ലാ ദിക്കിലും ബഹുമാന്യനാണ്, ബഹുമാന്യമായ സ്ഥാനം അദ്ദേഹത്തിന് കിട്ടും എന്ന് കണക്കാക്കിയിട്ടല്ലേ വന്നത്. അങ്ങനെ ശ്ലക്ഷ്ണകാഷായ സംവീതി, നല്ല കാവ്യമുണ്ടൊക്കെ ചുറ്റി ചെരുപ്പും കൊടയൊക്കെ ആയി, കയ്യിലെ കമണ്ടലും യോഗദണ്ഡൊക്കെ ആയിട്ട് ഈ വലിയൊരു യോഗ്യനായ പരിവ്രാജകൻ്റെ വേഷത്തിൽ പർണശാലയിലേക്ക് കയറി വന്ന രാവണനെ കണ്ടപ്പം നോക്കൂ, എന്താ സീതയ്ക്ക് മനസ്സിലായില്ലല്ലോ. സീത വിചാരിച്ചു അമ്പോ വലിയ ഏതോ ഒരു സ്വാമിയാർ വന്നതാണേ എന്നൊക്കെ വിചാരിച്ചിട്ട് അടുത്തേക്ക് ചെന്നിട്ട് അപ്പം തൊഴുതപ്പം ഈ രാവണൻ വേഷം കെട്ടി വന്ന രാവണൻ അടുത്തേക്ക് വന്നിട്ട് എന്ത് ചെയ്തു? സീതയെ കണ്ടപ്പോൾ സീത നല്ല സാരിയൊക്കെ ചുറ്റിയിട്ട് ആ മഞ്ഞേമ്പിലെ കസവുള്ള സാരിയും ആ മറ്റേ ജാതി കുപ്പായൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ മുടിയൊക്കെ ഇങ്ങനെ വെച്ച് കെട്ടിയിട്ട് അച്ഛൻ കുറേ കൊടുത്തയച്ചിട്ടുണ്ടേ. എന്ത് 14 കൊല്ലത്തേക്ക് കൊടുക്കാനുള്ള ഒന്നാന്തര സാധനങ്ങൾ. അതുകൊണ്ട് നല്ല സീത നല്ല വൃത്തിയിൽ കണിഞ്ഞൊരുങ്ങിയിട്ടൊക്കെ തന്നെയാണ്. കാട്ടിലാണെങ്കിലും നല്ല മട്ടുമാതിരിയൊക്കെ ആയിട്ടാണ്. ഈ രാമനും ലക്ഷ്മണനേ ഉള്ളൂ മറ്റേ ജാതി ഉടുപ്പ്, ഇത് ജടയും പിന്നെ മരവുരിയും ഒക്കെ ഉള്ളൂ. സീതയ്ക്ക് അതൊന്നും ഇല്ല. സീതയ്ക്ക് അന്ന് കൈ കൊടുത്തപ്പോൾ വാങ്ങിയ സാരിയുടെ മുകളിൽ നമ്മൾ മറ്റേ ജാതി പറഞ്ഞ മാതിരി ആ പാൻറ്റിൻ്റെ മുകളിൽ കാവ്യമുണ്ടിൻ്റെ തോർത്തമുണ്ട് ചുറ്റിയിട്ട മാതിരി എന്തേ ചെയ്തുള്ളൂ? ഒരു നിയമത്തിന് നന്ന് ചിറ്റിന്നല്ലാതെ പിന്നെ മരവുരി സീത ചിറ്റിന്നൊന്നും രാമായണത്തിൽ കാണാനില്ല. അപ്പം എന്തായിരിക്കും? നല്ല വസ്ത്രമൊക്കെ ധരിച്ച അച്ഛൻ കൊടുത്തയച്ച സാരിയൊക്കെ ചുറ്റിയിട്ട് വാരി നിൽക്കണ്ടാവുക. അപ്പം ഈ വേഷം കൊണ്ടൊക്കെ സുന്ദരിയായിട്ട് സ്വരൂപം കൊണ്ട് സുന്ദരിയായ സീതയെ കണ്ടപ്പം വിഭ്രാജമാനം വപുഷാരാവണ പ്രശംസഹ, നല്ല സുന്ദരിയായിട്ട് നിൽക്കണ വിഭ്രാജമാനം തിളങ്ങി നിൽക്കണേ സീതയെ കണ്ടപ്പം പ്രശംസ എന്ന് നല്ലോണം രാവണൻ പ്രശംസിച്ചു. അല്ലെങ്കിൽ ഈ പെണ്ണുങ്ങളെ കണ്ടാൽ പ്രശംസിക്കുന്ന ഒരു ഏർപ്പാട് ആർക്കുണ്ട്? രാവണനുണ്ട്. അല്ല, പ്രശംസിക്കുന്നത് ഇപ്പോൾ പെണ്ണുങ്ങളെയാണെങ്കിൽ ആണുങ്ങളെയായാലും നല്ലത് തന്നെയാണ്. പക്ഷേ ചിലർ അങ്ങനെയുണ്ട്, ഇവരെ മാത്രമേ പ്രശംസിക്കുള്ളൂ. ആരെയും അത് നല്ല സമ്പ്രദായമല്ല, ശരിയല്ലേ? ഇത് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ എല്ലാവരോടും ഒരേ മട്ടും മാതിരിയൊക്കെ ആയിട്ടാണ് പെരുമാറുന്നത് വെച്ചാൽ ഒരു അപകടമില്ല. എല്ലാവരോടും നന്നായിട്ട് ഇടപഴകി പെരുമാറുന്ന വെച്ചാൽ നമുക്കൊരു അശ്ലീലമായിട്ട് തോന്നില്ല. ഇപ്പോൾ ഒരു പുരുഷനാണ്, പുരുഷന്മാരോടും വലിയ തോന്നില്ല. സ്ത്രീകളെ കാണുമ്പോൾ നല്ലോണം ഇടപഴകി പെരുമാറാൻ നമ്മൾ ഒരിക്കലും സൂക്ഷിക്കണം. എന്താ ശരിയല്ലേ? തിരിച്ചാണെങ്കിലും നമ്മളൊന്ന് സൂക്ഷിക്കണം എന്ന് പറയില്ല. എന്താ കാരണം? എന്തോ ഒരു അസ്വാഭാവികത ഉണ്ട് അതിൽ. എന്തുണ്ട്? ഒരു സ്വാഭാവികമല്ലാത്തൊരു രീതി ശൈലിയുണ്ട്.
അപ്പോൾ സൂക്ഷിക്കണം. ഇവിടെയാണെങ്കിൽ ഈ നല്ല സ്വാമിയാരുടെ വേഷം കെട്ടി വന്ന് ഈ സീതാദേവിയുടെ മുമ്പിൽ വന്നിട്ട് സീതയെ നല്ലോണം ഒന്ന് പുകഴ്ത്തി, പുകഴ്ത്തി എന്ന് പറഞ്ഞാൽ കേമായിട്ട് പറഞ്ഞ് പുകഴ്ത്തി ചോദിച്ചു. അതായത് ചോദിക്കണമെന്നൊക്കെ രണ്ടാം തരാണ്, കുറച്ചൊന്ന് പറയാം. പറഞ്ഞു കാത്വം കാഞ്ചനവർണാഭേ, സ്വർണത്തിൻ്റെ നിറമുള്ളോളെ, ആരാ നീ, എവിടുത്തെയാണ്, മാത്രമല്ല എന്താ പീതകൗശേയവാസിനി, കണ്ടു മഞ്ഞ സാരി ചിറ്റിയോളേന്ന്. പീതകൗശേയം നല്ല മഞ്ഞേമ്പില കസവൊക്കെ ചിറ്റി നല്ല തിളങ്ങണ സാരിയില്ലേ, ആ മഞ്ഞപ്പട്ടൊക്കെ ചിറ്റി ഇരിക്കണവളെ. കമലാനാം ശുഭാം, മാലാം നല്ല താമരപ്പൂവിൻ്റെ ഭംഗിയുള്ള മാലയും ചാർത്തിയിട്ട് അങ്ങനെ ഇരിക്കണു. പത്മിനി വഹി ബിഭ്രതി, താമരപ്പൂ പൊയ്ക എന്ന് തോന്നും. പത്മിനി എന്ന് പറഞ്ഞാൽ താമരപ്പൂവ് എന്ന് പറഞ്ഞ തടാകത്തിൻ്റെ പേരാണ് പത്മിനി. പത്മം എന്ന് പറഞ്ഞാൽ താമരപ്പൂവ്. പത്മങ്ങൾ ധാരാളമുള്ള പൊയ്കയ്ക്ക് എന്ത് പറയും? പത്മിനി എന്ന് പറയും. അങ്ങനെ ഉണ്ടായത്. നമ്മുടെ നാട്ടിലെ അമ്മമാർക്കൊക്കെ അങ്ങനെ പേരുണ്ട്. എന്ത് ഭംഗിയല്ലേ പേരിനൊക്കെ, നല്ല സുന്ദരി എന്നർത്ഥം. ഹ്രീ കീർത്തി ശ്രീ ശുഭാലക്ഷ്മി അപ്സരാവാ ശുഭാനനെ. നിൻ്റെ ഒരു ഭംഗിയും നിൻ്റെ ഒരു ശൈലിയും നിൻ്റെ ഒരു സൗന്ദര്യമൊക്കെ കണ്ടാൽ നീ അപ്സരസാണോ കുട്ടിയെ ചോദിച്ചു. ഇനി ഇവിടുന്ന് അങ്ങോട്ടേ ഓരോന്നിങ്ങനെ രാവണൻ സീതയുടെ അവയവങ്ങളൊക്കെ ഇങ്ങനെ ഭംഗിയുള്ളതാണെന്ന് പറയുക. അത് മോശമാണ് അർത്ഥം പറഞ്ഞാൽ. നമ്മളെന്താണെന്ന് ഇഷ്ടമുണ്ടോ, വർത്തമാനമൊക്കെ പറയുമ്പം പരിചയമില്ലാത്ത ഒരാളെ ആദ്യമായിട്ട് കണ്ട് പരിചയപ്പെട്ട് വർത്തമാനം പറയുമ്പം ഈ ജതിയൊന്നും പറയരുത്. അറിയണവരും നല്ല പരിചയമുള്ളവരൊക്കെ ആച്ചാൽ നമ്മളിങ്ങനെ പറയുമ്പോൾ എന്ത് തോന്നില്ല, നല്ലോണം ഇടപഴകി ശീലമുള്ളവരാകുമ്പോൾ നമ്മൾ തമാശ പറഞ്ഞെന്നേ തോന്നുള്ളൂ. അത്രയ്ക്ക് പരിചയമൊന്നുമില്ല. അത് ആദ്യമായിട്ട് കാണുന്നൊരു സ്ത്രീയെ കാണുമ്പോൾ കണ്ണിന് ഇങ്ങനെ ഉണ്ടല്ലോ, മൂക്ക് ഇങ്ങനെ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് പിന്നെയും കിഴപ്പെട്ട് അവയവങ്ങൾ വർണ്ണിച്ച് എങ്ങനെ ഉണ്ടാവും? കേൾക്കുമ്പോൾ നമുക്ക് എന്ത് തോന്നുക? അശ്ലീലം തോന്നില്ലേ, അറപ്പല്ലേ തോന്നുക, അങ്ങനെയല്ലേ തോന്നുക? അത് സീതയുടെ നേരെ നോക്കിയിട്ട് സീത ഇങ്ങനെയൊക്കെയാണ്. എന്നാൽ ചാരുസ്മിതേ ചാരുദന്തി ചാരുനേത്രേ വിലാസിനി. ചാരുസ്മിത നല്ല എന്ത് ഭംഗിയാണ് എൻ്റെ പുഞ്ചിരി കാണാൻ, നല്ല പല്ലൊക്കെ നല്ല അയ്യയ്യേ എന്നൊക്കെ പറയാൻ പാടുണ്ടോ നമ്മൾ? പല്ല് കണ്ണ്, നിൻ്റെ കണ്ണാണച്ചാലോ ഔ നിന്നെ കണ്ടപ്പോൾ അതല്ല പറഞ്ഞേ മനോഹരസിമേ കാന്തേ, നിന്നെ കണ്ടപ്പോൾ എൻ്റെ മനസ്സ് നിൻ്റെ മുമ്പിൽ നിന്ന് പോരണില്ല എന്ന്. മഹാമോശം വർത്തമാനം. ഈ സീത പക്ഷെ ഒരു സാധു ആയതുകൊണ്ടും നിഷ്കളങ്കി ആയതുകൊണ്ടും സീതയോട് ആരാ നീ, എന്താ അങ്ങനെയെന്ന്, ഇങ്ങനെ സുന്ദരിയായിരിക്കണം നീ, എന്തേ കാട്ടിൽ വന്ന് താമസിക്കാൻ, ഇങ്ങനെ ഒരു കാട്ടിൽ താമസിക്കേണ്ടോളല്ലോ നീയെ, എന്തേ പറ്റിയത് നിനക്കാന്നൊക്കെ ചോദിച്ചു. ഇങ്ങനെ ദ്വിജാതിവേഷേണ ഹി തം ദൃഷ്ടുവാ രാവണമാഗതം, ബ്രാഹ്മണൻ്റെ അല്ലെങ്കിൽ ബ്രഹ്മചാരിയുടെ വേഷത്തിൽ വന്ന രാവണനെ കണ്ടിട്ട് സർവൈഹി അതിഥി സൽക്കാരൈ പൂജയാമാസമൈഥിലി. സീത എന്താ ചെയ്തു വെച്ചിട്ടുണ്ടോ, എല്ലാവിധ അതിഥി പൂജകളും ആർക്ക് ചെയ്തു? ഒരു വലിയ വിദ്വാനായ ആളല്ലേ വന്നത്. എന്നിട്ട് പറയും സീത എന്താ ചെയ്തു വെച്ചാൽ ഉപനീയ ആസനം പൂർവം, ഇരിക്കാനുള്ള പുല്ലുപായ കൊണ്ടുവന്നു, അപ്പോൾ മുഖത്ത് വിരിച്ചു കൊടുത്തു. എന്നിട്ട് ഇരിക്കു വിട്ടോ പദ്യം കാലെഴുകാനുള്ള വെള്ളം കൊടുത്തു കിണ്ടിയിൽ അബ്രവീൽ. എന്നിട്ട് പറഞ്ഞു സിദ്ധമിത്യേവ, ആയിട്ടൊക്കെ ആയി. സിദ്ധമിത്യേവ പറഞ്ഞ എന്താ അർത്ഥം? ആഹാരമൊക്കെ തയ്യാറാണേ, എന്താണ് സിദ്ധമൊക്കെ തയ്യാറുണ്ട്, അതുകൊണ്ട് വിഷമിക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അടുത്തേക്ക് വന്നിട്ട് നല്ലോണം ഇയം ബ്രസി എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ബ്രസി പറഞ്ഞ പുല്ലുപായ എടുത്ത് മുമ്പിൽ ഇട്ടെടുത്തിട്ട് ഇയം ബ്രസി, ഇതാ പുല്ലുപായ ഇരിക്കോ ബ്രാഹ്മണ കാമമാസ്യതാം, ഇഷ്ടംപോലെ ഇരുന്നോളൂ നല്ലോണം സൗകര്യമായിട്ട്. ഇതും ചപാദ്യം, ഇതൊക്കെ കിണ്ടിയിലത്തെ വെള്ളം അങ്ങോട്ട് എടുത്ത് വെച്ചോളൂ കാലെഴുകാൻ. അപ്പോൾ സീതപ്പം അതെങ്ങനെയാവും കൊടുക്കണത്? രാവണൻ പൂമുഖത്ത് ഇങ്ങനെ നിൽക്കണ്ടാവും, സീത പർണശാലയുടെ അകത്ത് ഇങ്ങനെ നിൽക്കണ്ടാവും. അപ്പം അകത്തുനിന്ന് ഏതാണ്ട് പകുതി സീതയുടെ രൂപം പുറത്തേക്ക് കാണുന്നുണ്ടാവും, മുഴുവനായിട്ടുണ്ടാവും ഇല്ല. അപ്പം ആ വാതിലിൻ്റെ പകുതി മറവെന്ന് ഇതൊക്കെ ഇന്ത്യത്തെ വെള്ളം എടുത്തോളൂ കാല് എഴുകാനുള്ളതാണ്, എന്നിട്ട് ആ പായ ഇട്ടാ തിണ്ണേമ്പിൽ ഇരുന്നോളൂ അവരോട് പറഞ്ഞു രാവണനോട്. എന്നിട്ട് പറയും ചെയ്ത് ഇതം ച സിദ്ധം വനജാതമുത്തമം ത്വമർ നുക്കുതൊതർത്ഥം അവ്യഗ്രമിഹോപഭുജ്യതം. ഇതൊക്കെ കാട്ടുന്ന ഭർത്താവ് കൊണ്ടുവരുന്ന നല്ല നല്ല പഴങ്ങളും കിഴങ്ങുകളും ഒക്കെയാണ്. ഇത് കഴിച്ചോളൂ, ക്ഷീണം തീർക്കാൻ നന്ന് എന്നും പറഞ്ഞങ്ങോട്ട് നീക്കി വെച്ചു കൊടുത്തു. എന്നിട്ട് എന്താണ്ടായത്? അങ്ങ് ബ്രാഹ്മണനും ഞങ്ങളുടെ അതിഥിയും കൂടിയാണല്ലോ, അതുകൊണ്ടാണ് എന്താ വെച്ചാൽ ബ്രാഹ്മണനാണല്ലോ വന്നത്. ആരാ നീ, എന്താ നീ എന്നൊക്കെ ചോദിച്ചപ്പോൾ സീതയ്ക്ക് പറയണോ വേണ്ടേ എന്നൊരു സംശയം. പറയണോ വേണ്ടേ എന്ന് തോന്നാൻ കാരണം കാട്ടിൻ്റെ നടുക്കാണ്, ആരും ഇല്ലാത്ത സമയത്താണ്, ആണൊരുത്തനാണ് വന്നത്. നമുക്കറിയില്ല ആരാന്ന്. ഇപ്പം പറഞ്ഞ വിവരേ നമുക്ക് അറിയുള്ളൂ, പൂർവ്വപരിചയമില്ല, ഒന്നുമില്ല. അപ്പം ഇനി ഇവൻ ചോദിച്ചു ആരാ നീ, എന്തേ പഠിക്കുക വന്നത്, യക്ഷിയാണോ ഗന്ധർവിയാണോ ദേവിയാണോ എന്നൊക്കെ ചോദിച്ചില്ലേ. എനിക്ക് മറുപടി കൊടുത്ത അപകടാവോ ഇല്ലേ എന്നൊരു സംശയം ആർക്ക് തോന്നി? സീതയ്ക്ക് തോന്നി. പക്ഷെ എന്നാലും സീത എന്ത് വിചാരിച്ചു? ബ്രാഹ്മണശ്ച, ബ്രാഹ്മണനാണേ, അതിഥിശ്ച,
അതിഥിയും കൂടിയാണേ. അപ്പം നമ്മളിനി ചോദിച്ചതിന് മറുപടി പറഞ്ഞില്ലെങ്കിൽ ഇയാളെങ്ങാനും ശപിച്ചാലോ പോകുമ്പം? അതും പുലിവാലല്ലേ. അപ്പോൾ സീത എന്ത് ചെയ്തു? സീത അങ്ങോട്ട് പറയാൻ തുടങ്ങി. എന്ത്? ഒന്നും പറയേണ്ട, ദുഹിതാ ജനകസ്യാഹം, ജനകൻ്റെ മകളാണ്. എന്നിട്ട് അങ്ങനെ എല്ലാം അങ്ങോട്ട് പറഞ്ഞു. വിത്തും പേരും നാളും കാലും സമയവും ടൈം ടേബിൾ പറയുമ്പോൾ ഇങ്ങോട്ട് പറഞ്ഞു കൊടുത്തു വരും സീത. അങ്ങനെ ഞാൻ ജനകൻ്റെ മകളായിട്ടിരിക്കുന്ന അക്കാലത്ത് അന്ന് എനിക്ക് 6 വയസ്സ്. അന്നാണ് എൻ്റെ ഭർത്താവായ രാമൻ അദ്ദേഹത്തിന് 12 വയസ്സുണ്ട്. അദ്ദേഹം അന്ന് എന്ത് ചെയ്തു? ഇങ്ങനെ വന്നിരുന്ന കൊട്ടാരത്തിൽ വന്ന് ഞങ്ങളുടെ വില്ലൊടിച്ച് എന്നെ വിവാഹം ചെയ്തു കൊണ്ടുവന്നു. പിന്നെ ഞങ്ങൾ അച്ഛൻ്റെ അടുത്ത് കൊട്ടാരത്തിൽ വന്ന് 13 കൊല്ലം കഴിച്ചു. അന്ന് ഞങ്ങളെ കൊട്ടാരത്തേക്ക് കല്യാണം കഴിഞ്ഞ് വന്ന് അങ്ങനെ ഇരിക്കുന്ന കാലത്ത് എന്താണ്ടായെന്ന് കഴിച്ചു കൂട്ടുമ്പോഴാണ് 13 കൊല്ലം കൂടി കഴിഞ്ഞു. പിന്നെയും 13ാമത്തെ കൊല്ലം വന്നപ്പോൾ എന്താണ്ടായത്? എൻ്റെ ഭർത്താവിന് രാജ്യം വരികയായി എന്ന് വന്നു. എന്ത് രാജ്യം? യുവരാജാവുകയെന്ന്. അങ്ങനെ യുവരാജാവായിട്ട് വാഴിക്കാൻ പുറപ്പെട്ട കാലത്ത് അന്ന് എൻ്റെ ഭർത്താവിന് 25 വയസ്സ്, എനിക്ക് 18. ഇതൊക്കെ പറയേണ്ട, ആധാർ കാർഡ് കാണിച്ചു കൊടുക്കാനൊന്നും ആര് പറഞ്ഞിട്ടില്ല. ഇതൊക്കെ എല്ലാം അങ്ങോട്ട് ആദ്യം അങ്ങോട്ട് വർണ്ണിച്ചു കൊടുത്തു. നമ്മളെപ്പോഴും സൂക്ഷിക്കണം കേട്ടോ. എന്താ വെച്ചിട്ടുണ്ടോ, നമ്മൾ ഈ കാണണോരോട് അങ്ങോട്ട് മുഴുവനും അങ്ങോട്ട് പറയരുത്. അന്നെ മനസ്സിലായില്ല? കാണണോരോ പറഞ്ഞാൽ പരിചയക്കാരടുത്ത് അടുപ്പുള്ളവരോ സുഹൃത്തുക്കൾ നല്ല പറഞ്ഞത്. തീവണ്ടിയിലൊക്കെ നമ്മൾ പോണ സമയത്ത് ആരെങ്കിലും ഒന്നിങ്ങനെ ഷട്ടർ പൊക്കുമ്പോൾ ഒരു അരിക്ക് പൊക്കും. അപ്പോൾ നമ്മൾ മുഴുവൻ പൊക്കും. നമ്മൾ പിന്നെ വേഗം പൊങ്ങൂല്ലോ. പറഞ്ഞു അങ്ങോട്ട് പൊക്കി. അങ്ങനെ ഇങ്ങോട്ടും ചിരിച്ചും ആരാ നമുക്കറിയില്ല. ചിരിക്കണതിന് തെറ്റൊന്നുമില്ല, അങ്ങനെ പെരുമാറുന്നതിന് തെറ്റൊന്നുമില്ല. പക്ഷെ നമ്മളൊന്ന് സൂക്ഷിക്കേണ്ട. ഇയാൾ ആരാന്നറിയും? നമ്മുടെ കൂടെ വെച്ചാൽ ആരും ഇല്ലേ. ഇനി നമ്മൾ ഒറ്റയ്ക്കാണ്. ഒറ്റയ്ക്കായതുകൊണ്ടാണ് ഈ കണ്ടവനോടൊക്കെ ചിരിക്കണത്. എന്തിന് അങ്ങനെ ചിരിച്ചു? അല്ല, പരിചയപ്പെട്ട് അടുത്ത് വന്നിരുന്നെങ്കിൽ ചിരിച്ച് ഓരോന്നൊക്കെ പറഞ്ഞു, നല്ലോണം പറഞ്ഞു. അങ്ങനെ പലതും ഉണ്ടായി. നെടുന്നുണ്ടായത് വർത്തമാനം പറഞ്ഞ് ചിരിച്ചിരുന്ന്. അപ്പോൾ കാപ്പി കഴിക്കല്ലേ? പതിവില്ല എന്ന്. ചായ ആയാലോ എന്നും പറഞ്ഞു. നമ്മളൊരു ചായ വെറുതെ കിട്ടുമല്ലോ എന്ന് ഇരിച്ചോ. എന്താ ചായ വാങ്ങി കൊടുത്തു. നമ്മൾ ഞാൻ അന്നേ കുൽക്കൊഴിഞ്ഞ് തുപ്പിയിട്ട് വരാം, വേഗം വന്നോളൂ എന്നും പറഞ്ഞു. അപ്പം ചായ വാങ്ങി അവിടെ വെക്കുകയും ചെയ്തു. നമ്മൾ കുൽക്കൊഴിഞ്ഞ് തുപ്പാനും പോയി. തിരിച്ചു വന്ന് ചായ വാങ്ങി കുടിച്ചത് കുറേശ്ശെ ഓർമ്മയുണ്ട്. പിന്നെ എന്തില്ല, ബോധമില്ല. അല്ല, ബോധം പണ്ടും ഇല്ല. എൻ്റെ ചപ്പത് വാങ്ങി കുടിക്കില്ലല്ലോ. എന്ത് പോയി? പിന്നെ നമ്മൾ ഇറങ്ങേണ്ട സ്റ്റേഷൻ എവിടെയായിരുന്നു? കോഴിക്കോട്ടായിരുന്നു. നമ്മൾ ഷൊർണൂരും കഴിഞ്ഞ് തിരുവനന്തപുരത്ത് എത്തിയപ്പോഴാണ് തീവണ്ടി അതുവരെ ഉള്ളൂ. തീവണ്ടി അവിടെ നിന്നപ്പോൾ അവിടുന്ന് മറ്റവരുണ്ടല്ലോ വാതിലടയ്ക്കണവർ വന്നിട്ട് ഉന്തി വിളിച്ചു, ഇതെന്താ ജന്തു അനങ്ങാത്തത്, വല്ല സാധനം വലിച്ച് കരക്കിട്ട മാതിരി ഉണ്ട്. നോക്കിയപ്പം അപ്പോഴാണ് അനങ്ങണില്ല. ആരും ഉന്തി വലിച്ചപ്പോൾ കണ്ണ് തുറന്നു നോക്കിയപ്പോൾ ഇത്ര വേഗം കോഴിക്കോട്ട് എത്തിയോ ചോദിച്ചു. അപ്പോൾ അവർക്ക് മനസ്സിലായത് എന്തോ മരുന്ന് കഴിച്ച് കിടക്കുകയാണെന്ന്. വേഗം ആസ്പത്രി കൊണ്ട് ഡോക്ടറെ മറ്റേ പോലീസിനെയൊക്കെ വിളിച്ചു. പരിശോധിച്ച് നോക്കിയപ്പോഴാണ് മനസ്സിലായത് എന്തേ ഉള്ളൂ, ഉടുത്ത ട്രൗസർ മാത്രം അരയിലുണ്ട്, അല്ലാത്തതൊക്കെ ആരും ഊരി കൊണ്ടുപോയിട്ടുണ്ട്. പണ്ടമില്ല, ആഭരണമില്ല, ബാഗില്ല, അതിലുള്ളതില്ല, കയ്യുമ്മൽ കെട്ടിയ മറ്റേ ചങ്ങലില്ല, കഴുത്ത് കെട്ടിയ മറ്റേ ചങ്ങലില്ല, മൂക്കുമ്മലുണ്ടോയെന്ന് അറിയില്ല, ഒരു ചങ്ങലി ദേഹത്തൊന്നും ഇല്ല, ഒക്കെ പോയിരിക്കുന്നു. കുറേ ഇങ്ങനെ ആലോചിച്ച് ഏതാണ്ട് വൈകുന്നേരം വരെ ആലോചിച്ചപ്പോഴാണ് മനസ്സിലായത് ഒരു ചായമലാണ് തുടങ്ങിയത് ഇത്. അപ്പോഴാണ് ചായ തന്നയാളുടെ സ്നേഹമൊക്കെ തോന്നി. അപ്പോൾ എന്തുണ്ടായത്? അപ്പം പെരുങ്കള്ളനായിരുന്നു, പറ്റിച്ച് ഉണ്ടോ. അപ്പോൾ നമ്മൾ ഇയാളുടെ കൂടെ ഒട്ടിപ്പിടിച്ച് അങ്ങനെയൊക്കെ ഉണ്ട്. ചിലരൊക്കെ കാണാം ഈ ബസ് സ്റ്റാൻഡിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിൽ, ഞാനല്ലേ ഞാൻ ബസ് സ്റ്റാൻഡിലാണ്, താക്കോല് ഞാൻ എല്ലാം പൂട്ടി. ഏത് നമ്മുടെ അലമാരയുടെയോ? അയ്യോ, അതിൽ 25 പവനുണ്ടല്ലോ. ഉണ്ട്, അതിൻ്റെ താക്കോല. അതിൻ്റെ താക്കോലേ നീ ആരോട് പറയണ്ട കേട്ടോ, അത് ഞാൻ ആ അലമാരയുടെ മുകളിൽ വെച്ചിട്ടുണ്ട്. മറ്റേതല്ലേ ആ മുറിയുടെ താക്കോല് നമ്മുടെ തെക്കേ ചുമരിൻ്റെ മുകളിൽ മീറ്റർ ബോർഡിൻ്റെ അടിയിലൊരു ഓട്ടയില്ലേ? ഓട്ടേ, നിനക്കറിയില്ലേ ഓട്ട? എന്താ കേക്കല്ലേ എടോ? ഓട്ടേ. മനസ്സിലായി, അതിലുണ്ട്. ശരി, ഞാൻ എടുത്തോളൂ കേട്ടോ. അങ്ങോട്ട് പോകാനുള്ള വഴിയോ? അതാ എന്നെ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് വടക്കോട്ട് അങ്ങോട്ട് നടന്നാൽ മതി. 500 മീറ്ററിൽ ഓട്ടോറിക്ഷ കിട്ടും. പറഞ്ഞാൽ അവരോട് എത്തിച്ചു തരും. തൊട്ടപ്പുറത്ത് ഒരുത്തൻ ഇങ്ങനെ നിൽക്കണ്ടായിരുന്നു. കണ്ടാൽ പൊട്ടനാണ് പാവം, നമ്മളെക്കാളും വലിയ പൊട്ടൻ നിൽക്കുക. അങ്ങനെ നമ്മൾ ആരോടാണോ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞത്, അവൻ മുണ്ടൊക്കെ ചുറ്റി കാലും കഴുകി കുപ്പായിട്ട് വന്നപ്പോഴേക്ക് പൊട്ടൻ പോയി തുറന്ന് കാര്യമൊക്കെ നടത്തി പൊട്ടൻ്റെ പാട്ടിന് പോയി. പിന്നെ രണ്ടാമത്തെ പൊട്ടൻ കുപ്പായിട്ട് അവിടെ എത്തിയപ്പോഴേക്കൊക്കെ തുറക്കേണ്ട കാര്യം ഉണ്ടായില്ല, എല്ലാം തുറന്ന് വെച്ചിട്ടുണ്ട്. നമ്മൾ തിരഞ്ഞു നോക്കിയാൽ മതി. എന്ത്
ഇത് സൗകര്യങ്ങളല്ലേ നാട്ടിൽ, പണ്ടത്തെ മാതിരിയൊന്നുമല്ല. കണ്ടോ, അതാ പറഞ്ഞത്. നമ്മൾ ഈ വായ പൊളിച്ചത് കയ്യിൽ ഈ ജാതി സാധനം ഉണ്ടെന്ന് നമ്മൾ നാട്ടുകാരെ അറിയിക്കാൻ, വലിയ ആളാണെന്ന് അറിയിക്കാൻ, ഇതൊക്കെ വളവളവളോന്ന് അങ്ങനെ പറയരുത്. നമ്മൾ രഹസ്യമായിട്ടുള്ള കാര്യം ഒരു അടക്കം വേണം എപ്പോഴും. എല്ലാം എല്ലാവരോടും എപ്പോഴും വളവളാന്ന് പറയരുത്. വേണ്ടത് വേണ്ട സമയത്ത് വേണ്ടവരോട് വേണ്ട അളവിലേ പറയാവൂ. അതിനിപ്പോൾ സീത ആയാലും നമ്മളായാലും. സീത നോക്ക് എവിടെ നിന്ന് ഇറങ്ങിയിട്ടാ പറഞ്ഞത്. പെറ്റ് വീണ് അന്നത്തേത് ഓർമ്മയില്ലാത്തതുകൊണ്ട് അത് കഴിഞ്ഞിട്ടുള്ള ഓർമ്മയുള്ള ഒച്ച കേട്ട ദിവസം മുതലാണ് തുടങ്ങിയത്. ആ വില്ല് പൊട്ടി ഒച്ച കേട്ട ദിവസം ശരിയല്ലേ ഇത്? എല്ലാം പറഞ്ഞു. രാവണനൊക്കെ കേട്ടു. കേട്ടിട്ട് നല്ലവണ്ണം മനസ്സിരുത്തി. രാവണനെ കാര്യം മനസ്സിലായി, എല്ലാം മനസ്സിലായില്ലേ? അപ്പം എന്താ എല്ലാം രൂപം കിട്ടി എന്നുവെച്ചാൽ മരീചൻ പറഞ്ഞ് കേൾക്കണതിൻ്റെ അതിനേക്കാളും വിസ്താരം കിട്ടി. അതുപോലെ തന്നെ ഈ അകമ്പനൻ പറഞ്ഞ് കേൾക്കണതിനേക്കാളും വിസ്താരത്തിൽ കാര്യം മനസ്സിലായി. ശൂർപ്പണഖ പറഞ്ഞതിനേക്കാളും എത്രയോ വിവരങ്ങൾ കിട്ടി. അങ്ങനെ രാവണൻ എന്താ ചെയ്തു വെച്ചാൽ ദുഹിതാജനകസ്യ എന്ന് പറഞ്ഞ് തുടങ്ങിയ സമയത്ത് മമ ഭർത്താ മഹാതേജ വയസ്സാ പഞ്ചവിംശക. കട്ടിക്ക് പോരുമ്പോൾ എൻ്റെ ഭർത്താവിന് 25 വയസ്സ്, ഞാനാണെങ്കിലോ അഷ്ടാദശ ഹിവരിഷാണി മമ ജാതസ് ജന്മനഗണ്യത, എനിക്ക് അന്ന് 18 വയസ്സ്. ഇതൊക്കെ ആരാ ചോദിച്ചത്? രാവണൻ അതും കൂട്ടാറായി. എന്ത് വയസ്സ് എത്രയായി എന്നൊക്കെ. അപ്പോൾ ഇപ്പോൾ ഏതാണ്ട് എത്ര വയസ്സായിട്ടുണ്ടാവും? കാട്ടിക്ക് വരുമ്പം 18 സീതയ്ക്ക് ഇല്ലേ? കാട്ടിൽ ഏതാണ്ട് ഒരു 10-12 കൊല്ലം കഴിഞ്ഞിട്ടുണ്ടാവും. 10 മാസം രാവണൻ്റെ കൊട്ടാരത്തിൽ കഴിച്ചിട്ടുണ്ട് സീത. അപ്പോൾ രാവണൻ കട്ടുകൊണ്ടുപോയതിൻ്റെ ശേഷം 10 മാസം കഴിഞ്ഞിട്ടാണ് സീതയെ തിരിച്ചു കൊണ്ടുവന്നത്. ശരിയല്ലേ? അപ്പോൾ തിരിച്ചു കൊണ്ടുവന്ന് യുദ്ധം കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ അധികം ദിവസം ഉണ്ടായിട്ടില്ല. 14 കൊല്ലത്തിന്. ഒരു മാസം കഷ്ടി കൂട്ടിക്കോളൂ, ഇല്ലെങ്കിൽ ഒരാഴ്ച കൂട്ടിക്കോളൂ. അപ്പോൾ ഏതാണ്ട് ഒരു 10-12 കൊല്ലം കഴിഞ്ഞിരിക്കണു കാട്ടിലിപ്പം. ശരിയല്ലേ? ഒരു 10-12 കൊല്ലം കഴിഞ്ഞ് 13ാമത്തെ കൊല്ലത്തേക്ക് പ്രവേശിക്കുന്ന കാലമാവും ചിലപ്പം. അപ്പോൾ സീതയ്ക്ക് ഇപ്പം എത്ര വയസ്സുണ്ടാവും? 18-13. ശരിയല്ലേ ഇത്? അതാണ്. അപ്പോൾ ഏതാണ്ട് രൂപം കിട്ടിയില്ലേ? അപ്പോൾ രാമൻ എത്ര വയസ്സുണ്ടാവും? 25 കാട്ടിക്ക് വരുമ്പം. ഇപ്പം ഏതാണ്ട് 10-38 വയസ്സായിട്ടുണ്ടാവും. ശരിയല്ലേ ഇത്? അപ്പം ഏതാണ്ട് ആ ചെറുപ്പക്കാരൻ എന്താ പറയുക, ചെറിയ പയ്യൻ അല്ലെങ്കിൽ ചെറിയ പെങ്കടാവ് എന്നുള്ള ഭാവമൊക്കെ പോയിട്ട് ഒരു പ്രൗഢ വനിത എന്ന് പറഞ്ഞാൽ ഇത്തിരി പ്രായവും പാകതയൊക്കെയുള്ളൊരു പ്രൗഢസ്ത്രീ പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇത്തിരി പക്വതയും പാകതയൊക്കെയുള്ളൊരു വീട്ടമ്മ മട്ടായിട്ടുണ്ടാവും സീത. രാമനാണെങ്കിലോ ആ പൊട്ടിത്തെറുപ്പൊന്നുള്ള ചെറുപ്പക്കാരനാവില്ല. എന്തായിരിക്കും? ഒരു കാര്യങ്ങളെ വകതിരിവോടെ കാണാനും പഠിക്കാനും മനസ്സിലാക്കാനും പ്രവർത്തിക്കാനും പാകമുള്ളൊരു ചെറുപ്പക്കാരൻ തന്നെ, ഒരു യുവാവായിട്ട് ഉള്ള ഒരു കൂട്ടായിരിക്കും. അങ്ങനെയുള്ള രാമനും സീതയും. ഈ സീതാദേവി ഇതൊക്കെ പറഞ്ഞു കൊടുത്ത് തന്നതാണ് ഇങ്ങനെയാണെന്ന് എല്ലാം കേട്ട് വന്നപ്പോൾ എന്തുണ്ടായി ചോദിച്ചാലേ ഒന്നും പറയണ്ട. ലക്ഷ്മണനാണ് കൂടെയുള്ള ആള്. അദ്ദേഹം എങ്ങനെ ഉണ്ടായി? ലക്ഷ്മണനെ കുറിച്ച് പറയുമ്പോൾ എത്ര കേമായിട്ടാണ് പറയുന്നത് നോക്കൂ. സഭ്രാത ലക്ഷ്മണോ നാമ ധർമ്മചാരി ദൃഢവ്രത. 10 മിനിറ്റ് മുമ്പ് എന്താ പറഞ്ഞത്? ഈ ലക്ഷ്മണൻ്റെ മുഖത്ത് നോക്കിയിട്ട് എന്താ പറഞ്ഞത് സീത? ഇപ്പം എന്താ പറയുന്നത്? അതാണ്. നോക്കൂ, അങ്ങ് സഭ്രാത ലക്ഷ്മണോ നാമ, ഒരു അനിയൻകുട്ടിയുണ്ട് കൂടെ. ലക്ഷ്മണൻ എന്നാ പേര്. ധർമ്മചാരി, ധർമ്മത്തിൽ നിന്ന് തെറ്റി ഒരു ലെവലേശ കുട്ടി നടക്കില്ല. ദൃഢവ്രത, അതാണ് അതിൻ്റെ ഒരു നിയമമാണത്. ആ നിയമമുള്ള ദൃഢവ്രതനെ കുറിച്ച് ജാതി പറയുമ്പോൾ അപ്പോൾ സീത ഈ ലക്ഷ്മണനെ കുറിച്ച് പറഞ്ഞത് മനഃപൂർവ്വം അപമാനിക്കാൻ, ലക്ഷ്മണനൊരു ചീത്തത്തക്കാരനായതുകൊണ്ട് പറഞ്ഞതല്ല. പിന്നെ എന്തുകൊണ്ടാണ് പറഞ്ഞത്? ലക്ഷ്മണൻ ഈ പറഞ്ഞ മാതിരി സീതയെ മോഹിച്ചു വന്നവനാണ്, അങ്ങനെ ചെയ്യും, അല്ലെങ്കിൽ തന്നെ ബലാത്കാരേണ പിടിച്ചു കൊണ്ടുപോകും എന്നൊക്കെ പറഞ്ഞു വെച്ചാലും ആ അർത്ഥം ആരും ഉദ്ദേശിച്ചിട്ടില്ല. പൊതുവെ നമ്മുടെ നാട്ടിലും ചീത്ത പറയുമ്പോഴൊക്കെ പറയുന്ന വാക്കൊക്കെ വലിയ വാക്കായിരിക്കും. പക്ഷെ പറഞ്ഞയാളാ പറഞ്ഞതിൻ്റെ അർത്ഥമൊന്നും ഉദ്ദേശിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ കേട്ടോന് ചില കാലദോഷം കൊണ്ട് ചില വാക്കിൻ്റെ അർത്ഥമൊന്നും ഉള്ളൊന്നും പോവില്ല. മനസ്സിലാവുണ്ടോ? പറഞ്ഞതിൻ്റെയൊക്കെ ആശയം ഇവിടെ കിട്ടുന്നുണ്ടോ? പറയുമ്പോൾ വലിയ വലിയ കാര്യം കേട്ടോ പറയും. ഒരാൾ മറ്റത് പറയും, അതിനേക്കാളും വലുത് പറയും. പക്ഷെ അർത്ഥമൊന്നും പറയണവർ ഉദ്ദേശിക്കില്ല. പറഞ്ഞ് ജയിക്കലേ. അപ്പം എന്തുള്ളൂ? മറ്റവനേക്കാളും നന്നായി ഞാൻ പറയണമെന്നുള്ള പറഞ്ഞ് ജയിക്കലേ ഉള്ളൂ. പക്ഷെ ചില വാക്കുകൾ ചിലർ പറയുമ്പോൾ ചിലത് കേൾക്കുന്ന ആളുടെ ഉള്ളിൽ കൊണ്ടത് അവിടെ കിടക്കും. അതാണ് പിന്നീട് എന്താവണത്. അതുകൊണ്ട് അങ്ങനത്തെ വാക്കൊന്നും നമ്മൾ പരമാവധി ഉപയോഗിക്കരുത്. ഉദ്ദേശിച്ചത് അർത്ഥമൊന്നും ഉദ്ദേശിച്ചിട്ടുണ്ടാവില്ല. എന്നാലും അത്തരം വാക്കുകൾ നമ്മൾ നിഷ്കളങ്കമായ മട്ടിലാണെങ്കിൽ പോലും ഇങ്ങനെയുള്ള വാക്കുകൾ പ്രയോഗിക്കുമ്പോൾ നല്ലോണം സൂക്ഷിച്ച് ശ്രദ്ധിക്കണം എന്ന് സീത ഇവിടെ പറഞ്ഞ ഈ വാക്ക് കേട്ടപ്പോഴാണ് 5 മിനിറ്റ് മുമ്പ് പറഞ്ഞ വാക്ക് അർത്ഥം ഉദ്ദേശിച്ച് പറഞ്ഞതല്ല എന്ന്
മനസ്സിലാവുന്നത്. ലക്ഷ്മണനെ കുറിച്ച് അങ്ങനെ ഒരു അർത്ഥം ചീത്ത അർത്ഥം പറയാനൊന്നും സീത ഒരുമ്പടില്ല. അത് പക്ഷെ ഇപ്പോഴാണ് മനസ്സിലായത്. ഇത്രയൊക്കെ പറഞ്ഞിരിക്കുന്ന സമയത്ത് ഒന്ന് ചോദിച്ചു, സത്വം നാമ, അങ്ങ് ആരാണ്, എന്താണ് അങ്ങയുടെ കുലം ഗോത്രം, അങ്ങയുടെ ഇല്ലപ്പേര് എവിടത്തെയാണ്, എവിടെ അങ്ങയുടെ ഇല്ലം എന്നൊക്കെ അവർ ചോദിച്ചു. ബ്രാഹ്മണനാണല്ലോ. അപ്പോൾ ചോദിച്ചേ, എന്താ ഇപ്പം ഇങ്ങനെ ഇവിടെ ഈ ബ്രാഹ്മണ അങ്ങ് ഒറ്റയ്ക്ക് ഇങ്ങനെ ഈ ദണ്ഡകാര്യത്തിൽ നടക്കണു, എന്താ ഉണ്ടായത് ചോദിച്ചു. അപ്പം ഇത് കേട്ടപ്പോൾ എന്താ ഉണ്ടായെന്നറിയൂ, ഈ ലക്ഷ്മണനൊക്കെ നമ്മുടെ ഈ സീതാദേവി നല്ലോണം കഴിക്കാനൊക്കെ ഉള്ളത് കൊടുത്തതിന് ശേഷം പറഞ്ഞു, ഇതൊക്കെ കഴിച്ചോളൂ, എന്നിട്ട് ഇവിടെ ഇങ്ങനെ ഇരുന്നോളൂ, എൻ്റെ ഭർത്താവ് ഇപ്പം ഇവിടെ ഇല്ല, അനിയനും ഇവിടെ ഇല്ല, അവർ രണ്ടാളും കുറച്ച് കഴിയുമ്പോഴേക്ക് വരുമ്പോൾ നല്ല പുതിയ പുതിയ പഴങ്ങളൊക്കെ കൊണ്ടുവന്നാൽ അത് കഴിക്കുക, ഇപ്പം എന്താ കഴിച്ചോളൂ, ഇത് ഇന്നലെ കൊണ്ടുവന്ന പഴങ്ങളാണ്, ഇനിയിപ്പോൾ പുതിയത് ഫ്രഷ് വരും, അപ്പം എന്ത് ചെയ്യാം, അതും കഴിക്കാം, അതുവരെ ഇവിടെ ഇരുന്നോളൂ എന്നൊക്കെ പറഞ്ഞ് സൽക്കരിച്ച് ഇരുത്തിയതാണ് ആരെ, രാവണനെ. അപ്പോഴാണ് ഈ സീത തന്നെ പരിചയപ്പെടുത്തി കൊടുക്കലൊക്കെ ഉണ്ടായി. ഭർത്താവ് വരുന്നത് വരെ എന്തെങ്കിലും വർത്തമാനമൊക്കെ പറഞ്ഞിരിക്കണല്ലോ. അപ്പം അങ്ങനെയുള്ള ആണുങ്ങളൊന്നും ഇല്ലാത്ത സമയത്ത് ആരെങ്കിലും വന്ന ഈ പെണ്ണുങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ട്. എന്താ കാരണം, ഈ സാധനത്തിനോട് മിണ്ടി പറയാൻ ആരും ഉണ്ടാവില്ല, ഇവിടെ ചോരോട്ടം പണിയൊക്കെ ചെയ്യാനും ഉണ്ടാവും. അങ്ങനത്തെ പാടാണേ. ആരെങ്കിലുമൊക്കെ വന്ന് ഇവിടെ ഇരിക്കും കേട്ടോ, ഞാൻ ലേശം എന്നാൽ അവിടെ ഇരുന്നോളൂ, അവിടെ ഇരുത്തി പോകാനും പറ്റില്ല, പരിചയമില്ലാത്ത ശനി എന്താ ചെയ്യാന്നറിയില്ലല്ലോ, എന്നാൽ അവിടെ പോയി നിൽക്കാനും നമുക്ക് പറ്റില്ല. അങ്ങനെ സീത ഒരു ഒറ്റയ്ക്കായി ഉള്ള സമയത്ത് ഉണ്ടാവണ ഒരു വീട്ടമ്മയുടെ വിഷമത്തിലിരിക്കുമ്പോഴാണ് അങ്ങ് ആരാ ചോദിച്ചപ്പം ഈ രാവണൻ എണീറ്റിട്ട് പറഞ്ഞു, എന്നെ മനസ്സിലായില്ലല്ലേ, ഞാൻ ആരാന്നറിയൂ, എൻ്റെ അച്ഛൻ്റെ മുത്തശ്ശനാണ് ബ്രഹ്മാവ് എന്നും പറഞ്ഞു. അത് കസാര മുമ്പ് കിട്ടാനാ, എന്തിന്, എൻ്റെ അച്ഛൻ്റെ മുത്തശ്ശനാണ് ബ്രഹ്മാവ്, ഞങ്ങൾ വലിയ കുടുംബക്കാരാണെന്ന് പറയാനാണ്. അതായത് ബ്രഹ്മാവിൻ്റെ മകൻ പുലസ്ത്യൻ, പുലസ്ത്യൻ്റെ മകൻ വിശ്രവസ്, വിശ്രവസിൻ്റെ മകൻ രാവണൻ. അപ്പം രാവണൻ്റെ അച്ഛൻ വിശ്രവസ്, വിശ്രവസിൻ്റെ അച്ഛൻ്റെ അച്ഛനാണ് ബ്രഹ്മാവ്, അത് അച്ഛൻ്റെ മുത്തശ്ശൻ. ആര് അല്ല, മനസ്സിലായോ? അപ്പം അങ്ങനെ പറയുമ്പോൾ ബ്രഹ്മാവിൻ്റെ ഏറ്റവും അടുത്ത ആളല്ലേ. അപ്പോൾ വലിയൊരു പാരമ്പര്യം കുടുംബമൊക്കെ വലിയ മഹിമയുള്ള കുടുംബമൊക്കെയാണെന്ന് കണക്കാക്കാൻ അങ്ങനെ പറയണത്. അങ്ങനെ പറഞ്ഞു. അതുകൊണ്ട് ഞാൻ എന്നോട് പറയണേ, യേനവിത്രസീതാലോകാസദേവാസുരമാനുഷാഹ അഹം സരാവണോ നാമ സീതേ രക്ഷോ ഗണേശ്വര. ഏതൊരുവൻ്റെ പേര് കേട്ടാലാണോ ഈ 7-14 ലോകക്കാരെ ഞെട്ടിവറച്ച് പരിഭ്രമിക്കുന്നത്, ആ ത്രിലോകാധിപതിയായിട്ടുള്ള രാക്ഷസരാജ്യ രാവണനാണ് സീതയെ ഞാൻ. അതുകൊണ്ട് ലങ്കാനാമ സമുദ്രസ്യ മധ്യേ മഹാപുരി, ലങ്ക എന്ന് പറഞ്ഞ സമുദ്രത്തിൽ നടക്കൊരു മഹാദ്വീപ് ഉണ്ട്, അതിലാണ് എൻ്റെ നഗരി ഇരിക്കുന്നത്. അതുകൊണ്ട് തത്ര സീതേ മയാ സാർദ്ധം വനേഷു വിഹരിഷ്യസി. അതുകൊണ്ട് സീതേ, നീ ഈ പർണശാലയിൽ നരകിച്ച് കഴിയൊന്നും വേണ്ട, എൻ്റെ കൂടെ പോന്നോളൂ, അവിടെ നിനക്ക് സന്തോഷമായിട്ട് അങ്ങനെ വിഹരിച്ച് നടക്കാം. എന്നുവെച്ചാസ്യ വനവാസസ്യ സ്പൃഹയിഷ്യസി ഭാമിനി, നിന്നെ പോലെ ഒരു സുന്ദരി ഇങ്ങനെ കാട്ടിലൊന്നും ഇങ്ങനെ കഷ്ടപ്പെടണോളൊന്നും അല്ല, പോന്നോളൂ എന്നും പറഞ്ഞു. എത്ര അവിടെ 5,000 സഹസ്രാണി, 5000 ദാസിമാര്, പലജാതി ആഭരണങ്ങള്. സീതേ ഒന്നും പറയണ്ട, എന്താണ് സീതേ പരിചരിഷ്യന്തി, നിന്നെ പരിചരിക്കാണ്ടാവും. ഭാര്യ ഭവസിമേ യതി, നീ എൻ്റെ ഭാര്യയാവുക ആശാല, അതുകൊണ്ട് എൻ്റെ കൂടെ പോന്നോളൂ. പെട്ടെന്നാണ് ഇപ്പം വിഷയം മാറ്റണത്. ആര് വെള്ളം കൊടുത്തു, പുല്ലുപായും കൊടുത്തു, ഇരിക്കാനുള്ള സൗകര്യം കൊടുത്തപ്പോൾ കല്യാണക്കാരിയാ പറയുന്നത്. ആര് ഇത് തുഷ്ടതയല്ലേ, മര്യാദ ഇല്ലാത്തവൻ, അന്തല്ലേ. പെണ്ണുങ്ങളോടൊക്കെ വർത്തമാനം പറയുമ്പോൾ അന്തസ് വേണ്ടേ. സീതാദേവി ഇത് കേട്ടപ്പം പറയുകയും ചെയ്തു, രാവണൻ എന്നല്ലേ പേര് പറഞ്ഞത്, ഹേ രാവണ, ഞാൻ എന്നോട് പറയണേ, എന്താ വെച്ചിട്ടുണ്ടോ, ഈ കല്ല് കഴുത്ത് കെട്ടിയിട്ട് കടല നീന്തി കിടക്കാൻ നീ പുറപ്പെടരുത്. അങ്ങനെ നീന്തി എന്താ ഉണ്ടാവണത്, കഴുത്തിൽ വലിയൊരു കരിമ്പാറക്കല്ലും കെട്ടി തൂക്കിയിട്ട് കടലിൽ നീന്തി കിടക്കാൻ പുറപ്പെട്ടാൽ ഉണ്ടാവുന്ന സന്തോഷമല്ലേ, അവൻ്റെ ഗതിയാണ് നിനക്ക്, സൂക്ഷിച്ചോളൂ. പിന്നെ മാത്രമല്ല, യഥന്തരം നോക്കൂ, നീ ഇപ്പോൾ വിചാരിക്കും സാധാരണ വല്ല പെണ്ണുങ്ങളോടും പറയും പോലെയുള്ള വർത്തമാനം നീ എന്നോട് പറയുമ്പം എൻ്റെ ഭർത്താവ് ഇവിടെ വന്നു വെച്ചാൽ നീ വിവരം അറിയും. അതുകൊണ്ട് ഞാൻ ഒന്നും കൂടി എന്നോട് പറയാം. എന്താ വെച്ചാൽ, നീ കുറുക്കൻ സിംഹത്തിൻ്റെ ഭാഗം കൊണ്ടുപോകാൻ പുറപ്പെടണ മാതിരിയാണ് ഇപ്പം നീ എന്തിനു പുറപ്പെടണത്, ഇപ്പം ഇറങ്ങിയത്. ആ സിംഹം തന്നെ കണ്ടു വെച്ചാൽ കുറുക്കൻ പിന്നെ ഇല്ല. അത് മാത്രമേ എന്നോട് പറയാനുള്ളൂ. അപ്പം രാവണൻ അപ്പോഴേക്ക് ഇങ്ങനെ കുറേ തന്നെക്കുറിച്ച് ഇങ്ങനെ പറയാൻ തുടങ്ങി, ഞാൻ അങ്ങനെയുള്ള ആളാണ്, ഇങ്ങനെയുള്ള ആളാണ്. അപ്പോൾ ഈ പെണ്ണുങ്ങൾക്കൊക്കെ അങ്ങനെ ഇഷ്ടാവും വെച്ചിട്ട് വലിയ ഇല്ലെങ്കിൽ ഈ ആത്മപ്രശംസ പറയണവരെ പെണ്ണുങ്ങൾക്ക് ആണുങ്ങൾക്ക് എന്ത് ജാതിക്കാർക്ക് ഇഷ്ടാവുമോ. അവനെ കുറിച്ച് അവനവൻ തന്നെ വലിപ്പത്തരം പറയുന്ന ആർക്കെങ്കിലും ഒരു ബഹുമാനം തോന്നുന്നു, ഒരു ലെവലേശം തോന്നില്ല. അങ്ങനെ രാവണൻ അതൊക്കെ കുറേ പറഞ്ഞു. സീതയ്ക്ക് അതൊന്നും വലിയ കാര്യമായില്ല. സീത എന്താ ഉണ്ടായെന്ന് ചോദിച്ചാൽ സീത പറയും, പ്രത്യാഖ്യായമാം ഭീരു, അതുകൊണ്ട് നീ എന്ത് ചെയ്യും, എന്നെ സ്വീകരിക്കൂ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞ തവ ഭാഗ്യേന സംപ്രാപ്തം, നിൻ്റെ ഭാഗ്യം കൊണ്ടപ്പം ഞാൻ ഇവിടെ എത്തിയത് എന്ന്. ആരുടെയും
സീതയുടെ അങ്ങനെ കുറെ പറഞ്ഞിട്ടു. സീത കുറെ കാര്യങ്ങൾ പറഞ്ഞു. പക്ഷേ സീതയുടെ കൈക്ക് കയറി ആര് പിടിച്ചു? രാവണൻ. പാവം, സീത ഒറ്റയ്ക്കേ ഉള്ളൂ, എന്ത് ചെയ്യും? കൈക്ക് കയറി പിടിച്ച അനാഥയെ പോലെ ആ സീത ഉറക്കെ നിലവിളിച്ചു. എന്താ അത്? അയ്യോ, എന്ത് പറയണ്ടു? ഹാ നാഥ, ഹാ ലക്ഷ്മണ, മഹാബാഹോ ഗുരുചിത്ത പ്രസാദക, ഹ്രിയമാണം ന ജാനീഷേ രക്ഷസ കാമരൂപിണ. ആരുടെ പേര് ചൊല്ലിയിട്ടാണ് നിലവിളിക്കുന്നത്? ഹാ ലക്ഷ്മണ. ഈ ലക്ഷ്മണനെയാണ് ഇപ്പൊ പേര് വിളിക്കുക. ഹാ ലക്ഷ്മണ, മഹാബാഹോ, ശക്തനായ ഉണ്ണിയെ കുമാര ലക്ഷ്മണ, ഗുരുചിത്ത പ്രസാദക, എപ്പോഴും ഏട്ടൻ്റെ മനസ്സിന് സന്തോഷം ഉണ്ടാക്കണ പ്രവൃത്തി മാത്രം ചെയ്യണ ഉണ്ണി. ഹ്രിയമാണം ന ജാനീഷേ രക്ഷസ കാമരൂ